പോയി സിഗരറ്റ് വാങ്ങിട്ട് വാ. ഇപ്പൊ വരാം ചേട്ടാ. ആ സത്യേട്ടാ, എന്താ മോനെ? രാജന്റെ കേസ് എന്തായി? അത് നമ്മൾ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം അവനെ കണ്ട ജാമ്യത്തിനുള്ള സുഖാണോ അമ്മേ? ആ, നീ സുഖായിരിക്കുന്നോ? ആ ഏയ് ഞാൻ പോന്നേ. പോട്ടെ അമ്മേ. ശരി മോളെ. ദിവസങ്ങൾ കഴിയും തോറും ഇവിടെ സുന്ദരിയായിട്ട് വരാണല്ലോ. ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇഷ്ടപ്പെട്ട ഒരു കൈ നോക്കാം. മിണ്ടായിരിക്കടാ, ഇവള് നമ്മുടെ ജാതിയിലുള്ള പെണ്ണ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി അഭിപ്രായം പറയല്ലേ. എന്ത് പറയരുതെന്ന്? ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ. നമ്മുടെ ഷൺമുഖത്തിന് അവള് നന്നായിട്ട് ചേരും. ചേട്ടന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവനല്ലേ, അങ്ങ് കെട്ടിച്ചു കൊടുത്തേക്ക്. നാട്ടുകാരുടെ മുമ്പിൽ അവന്റെ ഭാര്യ, ചേട്ടനൊരു വെപ്പാട്ടി. നീ എന്താ പറഞ്ഞു വരുന്നത്? മോനെ, അണ്ടാവിലുണ്ടെങ്കിൽ വെള്ളം, അത് അമ്പലത്തിൽ നിന്ന് കിട്ടിയ തീർത്ഥം, വീട്ടിലെ അടുപ്പിലാണെങ്കിൽ ചാമ്പല്, അമ്പലത്തിലാണെങ്കിൽ ഭസ്മം. എല്ലാം ശരിയാ, പക്ഷെ അവൻ അതിനെ സമ്മതിക്കുവോ? നിങ്ങൾ പറയുന്നേക്കെ അവൻ കേക്കുവോ? ചേട്ടന്റെ കാൽച്ചോട്ടി കിടക്കുന്നവനവൻ. എനിക്ക് വിശ്വാസമില്ല. നിന്നെ ആർക്കെങ്കിലും വെട്ടാൻ പറ്റും? എന്ത്? എന്നെ ആരെങ്കിലും വെട്ടുവന്നോ? നേതാവ് എന്താ ഈ പറയുന്നേ? ചേട്ടാ സിഗരറ്റ്. ഷൺമുഖ, ഇവനെ വെട്ടറാ. ഷൺമുഖ, വിട്ടേക്കടാ. ഇപ്പൊ മനസ്സിലായില്ലേ ഇവനെ? മനസ്സിലായി. ഇപ്പൊ വിശ്വാസായോ? ആ വാലെടുത്ത് വെക്കടാ. ചേട്ടാ, ആ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ആ പെണ്ണ് വേറെ ജാതിയുള്ള ഒരുത്തിനെ പ്രേമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ കാര്യങ്ങൾ എളുപ്പമായി. അവളുടെ അച്ഛനോട് മണ്ഡപത്തിലേക്ക് വരാൻ പറ. ദേ നോക്ക്, നിങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എന്റെ പുറകെ ഇങ്ങനെ വരരുത്. എന്താണല്ലോ അച്ഛനോട് സംസാരിക്കുക. നിന്റെ അച്ഛൻ സമ്മതം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ബാക്കി ചടങ്ങുകൾ നോക്കണ്ടേ? എന്റെ അച്ഛൻ പറയുന്നത് ഞാൻ കേൾക്കൂ. പോ എന്നാലും തന്നെ ഞാനേ കേട്ടു.